അവൻ 3-ാം അധ്യായത്തിലും കാണുന്ന പ്രകാരമാ അവൻ നമ്മുടെ സിംഹത്തിന്റെ വായിൽ നിന്ന് പിടിവിക്കുന്ന ദൈവമാ. ആമേൻ. കഴിഞ്ഞ ദിവസങ്ങൾ നാം ഇപ്രകാരം ചിന്തിപ്പാനിടയായി. ആമേൻ. സ്തോത്രം. 1-ാം പ്രതിവാദത്തിൽ എന്നോട് നിൽപ്പാൻ ആരും തുണയില്ലാതിരുന്നപ്പോൾ ആമേൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്റെ ദൂതനെ ഇറക്കി അവൻ എനിക്ക് തുണയായി നിന്നു. ആമേൻ. ആശിച്ചവരും പ്രതീക്ഷിച്ചവരും ആമേൻ ഹല്ലേലൂയ വിശ്വസിച്ചവരും കൂടെ നിൽക്കാനില്ലെങ്കിലും ആമേൻ സ്തോത്രം എന്റെ പ്രതിസന്ധിയുടെ മധ്യേ ഇറങ്ങി വന്നെന്നെ വിടുവിക്കുന്ന ഒരു കർത്തനുണ്ട്. അവന്റെ പേരത്രേ. അവൻ എനിക്ക് നല്ല തുണയാ, അവൻ എന്റെ ഫലമാ, അവൻ എന്റെ കോട്ടയാ, അവൻ എന്റെ സങ്കേതമാ, അവൻ എന്റെ ആശ്രയമാ. ആത്മാവിലൊന്ന് പ്രതികരിച്ച് ഈ പകൽ അല്പസമയം കൂടെ ഒന്ന് കർത്താവിനെ ആരാധിച്ചാട്ടെ. ആമേൻ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ആമേൻ. ചില നുറുകിയ ഹൃദയങ്ങൾ, തകർന്ന ഹൃദയങ്ങൾ ഈ പകൽ യേശു കർത്താവ് ആശ്വാസം പകരുക. താങ്ക് യു ജീസസ്. എല്ലാവരും ഒറ്റപ്പെടുത്തട്ടെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഗൗനിക്കാതിരിക്കുമ്പോഴും ഹൃദയം ഭാരപ്പെടേണ്ട. ആമേൻ. തക്ക തുണയായി, അവൻ നല്ല തുണയായി ആ ദൈവ സാന്നിധ്യം നിന്നോട് കൂടെയുണ്ട്. ദൈവ സാന്നിധ്യം കൂടെയുണ്ട്. നിന്റെ പ്രതിസന്ധിയിൽ ഇറങ്ങി വന്ന് നിന്നെ പിടിവെക്കുന്ന ആമേൻ ഹല്ലേലൂയ. നിന്റെ കഷ്ടത്തിൽ നിന്നോട് ഇറങ്ങി വരുന്ന ആമേൻ. രാജാവ് ദാനിയേൽ ചോദിക്കുന്ന പ്രകാരമാ ആമേൻ. സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. ആമേൻ.